ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ള ഒരു കടായി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കടായി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോഗ്രാം ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു വലിയ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എരിവുള്ള 1 ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിലുള്ള ഉപ്പ്, പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലകൾ വരുന്ന രീതിയിൽ കൈ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ പീസുകളൊക്കെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഹാഫ് ആയിട്ടല്ല, മറിച്ച് ഇത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ചിക്കൻ വേവിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. 5 മിനിറ്റ് ഫുള്ളിൽ ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചത്. അതിനുശേഷം ചിക്കൻ പീസുകളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്, നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇത് കോരി മാറ്റിയതിന് ശേഷം ഈ ഓയിലാണ് നമ്മൾ കടായി ചിക്കൻ ആവശ്യമുള്ള ഗ്രേവി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വേറെ ഓയിലൊന്നും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ചിക്കൻ പീസുകളൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസ് വലിപ്പമുള്ള 3 ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണിത്. ഇനി ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തക്കാളി മിക്സിയിലിട്ടിട്ട് അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം, അരച്ചെടുത്തിട്ട്. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ 3 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഉണ്ട്. ഇത് ചെറിയ ജീരകം പൊടിച്ചതാണ്. 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും, 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണിത്. ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിനാവശ്യമുള്ള 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. മുളകിൻ്റെയും അതുപോലെ തന്നെ മഞ്ഞളിൻ്റെയും ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മുടെ മസാലയിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണ കണ്ടോ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ പീസുകൾ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഗ്രേവി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വലിയൊരു ക്യാപ്സിക്കൻ
സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തത്. അതോടൊപ്പം തന്നെ അല്പം മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാപ്സിക്കനും മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കടായി ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ല. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.